ഫ്രണ്ട്സ്, എല്ലാവർക്കും മീഡിയ മേക്കേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. എന്നെ ആദർശ് മച്ചാനെ എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് പോവുകയാണ്. അവരെന്താ ഇന്നൊരു 3 മണിയാകുമ്പോൾ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ 1:15 ബസ്സിനാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 12:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനാണ് വന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഫുള്ളൊരു വ്ളോഗായിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെയാണ് ഞങ്ങളിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം. നൈസിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നൈസിൽ ഇതാ റോഡിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 5 മിനിറ്റുള്ളൊരു ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഓനവിടെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചെങ്ങാടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നൈസിൽ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദർശ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബസ് പോയില്ല എന്ന് പറഞ്ഞ്. 12:45 ഒരു ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഓടുകയാണ് നൈസിൽ. ഇവിടെ കാത്തുനിന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളെ ആദർശ് മച്ചാനെ നമ്മളിത് അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ഗായ്സ്, നമ്മളെ സിനിമയെടുത്ത് വിചാരിക്കുന്നതല്ല, നമ്മൾ കഴിഞ്ഞ മാർച്ച്, ഈ മാസം തന്നെ മാർച്ച് 10 നമ്മൾ ഒരു ഓഡിഷന് പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു വ്ളോഗ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല അല്ലേ. ആ ക്ലിപ്പ് മൊത്തം ഡിലീറ്റ് ആയി. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യം വരുന്നത്. നമ്മളെ ഒരു വർക്കിൻ്റെ ഒക്കെ സാധനം ഉള്ളതുകൊണ്ട് നമ്മളെ സ്പേസിൻ്റെ ഒരു സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഡിലീറ്റ് ആക്കി. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്ളോഗായിട്ട് പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ വ്ളോഗ് നമ്മൾ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുകയാണ്. അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മളെ സിനിമയിലെടുത്തില്ല, ഞങ്ങളെടുത്ത് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഇന്ന് മീറ്റിംഗ് ആണ്, 3 മണിക്കാണ് പറഞ്ഞതില്ലേ. 3 മണി ബസ്സൊക്കെ വന്നിട്ട് എന്താ അവസ്ഥ എന്നൊക്കെ നമ്മൾ ബാക്കി പറയാം. ഉച്ചയാണ്, നല്ല വെയിലാണ്, സീനാണ് ഇവിടെ. ബീച്ച് പോണേ, പോണ ബീച്ച് പോണോ? 12 അപ്പോൾ ഗായ്സ്, നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്, കാലത്തെത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ആ വൈക്കായിട്ട് നമ്മൾ പറഞ്ഞുതരും അല്ലേ. അപ്പോൾ നമ്മൾ പോവാണ്. എന്താ പറയാ ബസ് ഇറങ്ങി ബസ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പ് കഴിഞ്ഞ് ലൈൻ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ റെഡി കൊണ്ടിട്ടാണ് അവസ്ഥ. വാങ്ങിയാലോ? എനിക്കതാ ചൂടായിട്ട് ചൂടെത്തിട്ട് എവിടെയാണ് ആ വെയിറ്റ്, ആ തളയില ഇല്ലെങ്കിൽ തന്നെ മൂടിയില്ല. ആ വെയിറ്റ് ഇരിക്കട്ട, പിന്നെ കടിക്കും. അപ്പൊ നമ്മള് അങ്ങോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ബ്രിഡ്ജ്, ആ ഒരു ബ്രിഡ്ജ് ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേൻ്റെ ഒരു ഇതിലെത്തും.
ആ റെയിൽവേൻ്റെ ഇപ്പുറത്ത് കൂടെ എത്തിയിട്ടാണ് നമ്മളെ എത്താൻ പറഞ്ഞ സ്റ്റുഡിയോ. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ എത്തിയിട്ടാണ് ഇനി നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. കട്ട് ചെയ്യലോ അപ്പോൾ വേറെ എന്താണ് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ലൈമും ഫലാഫിലൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ചില്ലായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് ചാമ്പൊന്നും ഇല്ല. ഈ അവിടെ എത്തിയിട്ട് സാധാരണ അങ്ങനെ കുറേ ചാമ്പൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ അടിയിൽ കൂടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ 6ാം ഗേറ്റാണ്. അങ്ങോട്ട് പോയാൽ ആ ഭാഗത്തേക്ക് 6ാം ഗേറ്റാണ്, വെള്ളയിൽ എന്നൊക്കെ പറയൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന സ്ഥലം തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഓട്ടോറിക്ഷേൻ്റെ പരിപാടി പോകാം. അപ്പോൾ ഇനി നമ്മളെന്താ ഒരു 2-3 മിനിറ്റേ ഉള്ളൂ ആ സ്ഥലത്തേക്ക് നടന്നു പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പിന്നെന്താ എനിക്കെന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, അവിടുത്തെ അവസ്ഥ അറിയട്ടെ ആദ്യം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നല്ല ചടയാക്കി വ്ളോഗെന്ന് അറിയാം. എന്നാലും എന്തായാലും നമ്മളിത് അപ്ലോഡ് ചെയ്യും വീഡിയോ ഒക്കെ. അപ്പം നമുക്ക് ബാക്കി അങ്ങോട്ട് പോവുക. ചാടണോ? കാലിട്ട് വേണ്ടല്ലോ, അടിയിട്ടാ സംഭവം വെച്ചാൽ കല്ലിയാ നിർത്താതെ കാലിൽ അടിപ്പെട്ട് വേണ്ടല്ലോ. പിന്നെ വേണ്ടിയില്ലേ കാല് പെട്ടെന്ന് വേണ്ടിയില്ലേ? സിനിമയല്ലേ ഈ കണ്ട് ഒരു നേരമൊന്നുമില്ല. നമ്മളിതിൻ്റെ അകത്താണുള്ളത്, അപ്പോൾ വർക്കിൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അധികം സൗണ്ടൊന്നും എടുത്ത് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് പുറമെ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ മീറ്റിംഗ് ഇത് അവിടെ ഇപ്പം കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു ഞങ്ങൾ 3 മണിക്ക് കയറിയാണ്. ഇപ്പം ഏകദേശം സമയം ഞാനിട്ട് വാച്ച് നോക്കിക്കോളാം. ഇപ്പം 6:30 ആയിട്ടുണ്ട്. 6:36. ലൈറ്റൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇതാ ലൈറ്റ് അങ്ങനെ മനസ്സിലാവും. 6:36 എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയം ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ് മീറ്റിങ്ങിൽ പറഞ്ഞതെന്ന് വെച്ചാൽ വർക്ക് തുടങ്ങുന്നുണ്ട്, വേഗം തന്നെ തുടങ്ങും. അപ്പോൾ പിന്നെ പ്രത്യേക അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ ക്യാമ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കുറച്ച് അഭിനയം കാര്യങ്ങളൊക്കെ നല്ല ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ നല്ലൊരു വൈബ് കിട്ടിയൊരു വർക്കാണ്. ഞങ്ങളെ കഴിവും കാര്യങ്ങളൊക്കെ നല്ല പ്രകടിപ്പിച്ച് നല്ല സെറ്റാക്കാൻ പറ്റിയൊരു വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് ജീവിതത്തിലൊരു നല്ലൊരു വൈത്തിരിവാകാൻ സാധ്യതയുണ്ടല്ലേ? ആവട്ടെ, ഞങ്ങളെ ഒരു പാഷനും പ്രൊഫഷനും ഒക്കെ സെയിം ആവട്ടെ, അങ്ങനെ പൊളിയാവട്ടെ എന്ന് എല്ലാവരെയും പ്രാർത്ഥനയൊക്കെ വേണം. അപ്പോൾ വേറെന്താണ്, ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പുരയിലേക്ക് വിടാൻ മാത്രമേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ നമ്മൾ നൈസായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ സിനിമയിലേക്ക് കിട്ടിയ കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വ്ളോഗായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ പിന്നെന്താണ് മച്ചാ എനിക്കെന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല മോനെ, മൊത്തം പൊളിയാണ്. എന്തിനാ കരയുന്നത്? അപ്പൊ നമുക്ക് കട്ട് ചെയ്തില്ലേ ഇവനെ കൊല്ലും. അപ്പൊ നമുക്ക് അടുത്ത എന്തെങ്കിലും കണ്ടന്റ് കിട്ടുന്നവരായിരിക്കും. തൽക്കാലത്തേക്ക് ബൈ. അപ്പൊ ബൈ.